ഇന്ന് രാവിലെ ചപ്പാത്തി ഉണ്ടാക്കിയപ്പോൾ ഒരു 4-5 എണ്ണം അങ്ങ് എക്സ്ട്രാ ഉണ്ടാക്കി. ഇല്ലെങ്കിൽ എനിക്കറിയാം ഇവിടെ വൈകുന്നേരം ആകുമ്പോൾ വിശക്കുന്നേന്ന് പറഞ്ഞു വരുമെന്ന്. പക്ഷേ കറിയൊന്നുമില്ല, രാവിലെ തന്നെ ചപ്പാത്തിയുടെ കൂടെ മുട്ടക്കറി ഉണ്ടാക്കിയത് ഇവിടെ എല്ലാവരും കഴിച്ചു കേട്ടോ. അല്ലെങ്കിൽ ഞാനിപ്പോൾ പ്രത്യേകിച്ച് ഇതിന് വേണ്ടിയിട്ട് കറി ഉണ്ടാക്കണം. അപ്പോൾ ഈ 4 ചപ്പാത്തി വെച്ചിട്ട് കറി ഉണ്ടാക്കിയാലും 2 പേർക്ക് അടിയാവും, തികഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതിനെ അങ്ങ് കൊത്തി ചപ്പാത്തി ആക്കാന്ന്. ഇതാക്കാൻ തുടങ്ങിയപ്പോഴേ തനൂട്ടി എൻ്റെ പുറകേ ഉണ്ട്. അതൊക്കെ ഒരു കഥ. ഇങ്ങനെ ഓരോ സംശയവും ചോദിച്ചുകൊണ്ട് എൻ്റെ പിറകെ തന്നെ ഇങ്ങനെ നടക്കും കേട്ടോ. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കുന്ന സമയത്താണെങ്കിൽ. അപ്പോൾ നമ്മുടെ കൊത്തു ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് ഞാൻ അതിനെല്ലാം ചെറിയ ചെറിയ പീസാക്കി മുറിച്ചെടുത്തു. അതിന് വേണ്ടിയിട്ട് സവാള ചെറുതായിട്ടങ്ങ് അരിഞ്ഞെടുത്തു, പിന്നെ തക്കാളി അരിഞ്ഞെടുത്തു. സവാള അരിയുന്ന കാര്യം എൻ്റെ അമ്മയെ കണ്ണാണെങ്കിൽ എരിഞ്ഞിട്ട് വയ്യ. സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ വോയിസ് കൊടുക്കുമ്പോഴാണ് ആലോചിച്ചത്, ദൈവമേ എൻ്റെ കയ്യിൽ ആ ചോപ്പർ ഉണ്ടായിരുന്നിട്ട് ഞാൻ അതിൻ്റെ കാര്യം അങ്ങ് മറന്നും പോയെന്ന്. എന്തായാലും അതിനെയൊക്കെ അരിഞ്ഞെടുത്ത് നമ്മുടെ സവാളയൊക്കെ വഴറ്റി അതിലോട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് പച്ചമണം മാറുന്നത് വരെ വഴറ്റി ചെറുതായിട്ട് അരിഞ്ഞ തക്കാളിയും കൂടി ഇട്ടിട്ട് അത് ഒന്ന് ഉടഞ്ഞു വരുമ്പോൾ 2 മുട്ട ഇതുപോലെ 2-3 മുട്ടയൊക്കെ പൊട്ടിച്ച് ഒഴിക്കാം. ഇവിടെ മുട്ട വാങ്ങിച്ചുകൊണ്ട് വന്നാൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് ഉണ്ടാക്കി പെട്ടെന്ന് അങ്ങ് തീരും. ഇല്ലെങ്കിൽ ഇല്ലയെന്ന് പറഞ്ഞങ്ങ് ഇരിക്കും. അങ്ങനെ 2 മുട്ടയും പൊട്ടിച്ചൊഴിച്ചു. അതിനെ തോരൻ പരുവത്തിലാക്കി എടുത്തിട്ട് അതിലോട്ട് നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചപ്പാത്തിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതങ്ങ് ചെറുതായിട്ടങ്ങ് നനവ് തട്ടിയിട്ട് ഒന്ന് മയപ്പെട്ട് വരുവേ. പിന്നെ അതിലോട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുത്താൽ നല്ല അടിപൊളിയാണ് കേട്ടോ വൈകുന്നേരമൊക്കെ കഴിക്കാൻ. വൈകുന്നേരം ഒന്നുമല്ല, രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണമെങ്കിലും രാത്രി വേണമെങ്കിലും ഒക്കെ കഴിക്കാം. 2 പേർക്കും ഒരുപോലത്തെ പ്ലേറ്റിൽ അങ്ങ് കൊടുത്തു, സ്പൂണും വെച്ച് കൊടുത്തു. ഇല്ലെങ്കിൽ ഇനി അടുത്ത വഴക്ക് അതിനായിരിക്കും. എന്തായാലും സംഗതി ഇന്നത്തേത് അടിപൊളിയായിട്ടുണ്ട്.